പ്രാർത്ഥിക്കുന്ന നീ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവം നിനക്ക് ഉത്തരമരുളും. എന്നാൽ ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നുകൊണ്ട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റുമോ? ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിനക്ക് അനുഭവിക്കാനിടയായിത്തീരും. കർത്താവിന്റെ അപ്പസ്തലനായ പത്രോസ്ലീഹ 1 പത്രോസ് 2 അധ്യായം 9 തിരുവചനം നമ്മൾ ഇപ്രകാരം കാണുന്നു: അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കണം. അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, നമ്മൾ കർത്താവിന്റെ നന്മകൾ പ്രകീർത്തിക്കണം. സങ്കീർത്തനം 103 നമ്മൾ കാണുന്നുണ്ട്, ദൈവം നമുക്ക് നൽകിയ നന്മകളൊന്നും നമ്മൾ മറക്കരുത്. ശരിയാണ്, ഇന്ന് ചില പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉത്തരം വൈകുന്നതൊക്കെ നിമിത്തം നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുമായിരിക്കും. ദൈവമേ, എന്നാണ് നീ എന്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എന്നാൽ ഇതിന് നടുവിൽ നിന്നുകൊണ്ട് കർത്താവിന് നന്മകളൊന്ന് പ്രകീർത്തിക്കാമോ? ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നതൊക്കെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് കർത്താവിന്റെ അഭിഷിക്തർ ദൈവത്തെ ഉയർത്തിയ സമയത്താണ്. കർത്താവിന്റെ അപ്പസ്തലൻ പറയും, നിങ്ങൾ കർത്താവ് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ചവനെ കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കണം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ദൈവം എന്തൊക്കെ എന്റെ ജീവിതത്തിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ചിലപ്പോൾ മനുഷ്യൻ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഒന്ന് ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എത്രയോ തവണ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ ഓർത്തു നോക്കിക്കേ. ഈശോയുടെ കുരിശുബലിയിലൂടെ അല്ലേ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമുക്ക് വിമോചനം നൽകിയില്ലേ? ഈശോയുടെ കുരിശു മരണത്തിലൂടെ നമുക്ക് പാപമോചനവും രക്ഷയും നീതീകരണവും വിശുദ്ധീകരണവും ലഭിച്ചില്ലേ? അതൊന്നും ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ നന്മകൾ പ്രകീർത്തിക്കുവാൻ തുടങ്ങുക. കർത്താവ് ചെയ്ത കാര്യങ്ങൾ എന്തെന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. ഒരു സാക്ഷ്യം പോലും ഇല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദൈവം എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലേ? ആ നന്മകൾ പ്രകീർത്തിക്കുക. കർത്താവിനെ കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കുക. അവൻ ക്രൂശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞതെന്നുള്ള നന്മകൾ പ്രകീർത്തിക്കുക. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് കളിയാക്കുകയും അതും ഇതുമൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്നൊക്കെ തിരസ്കരണങ്ങളും റിജക്ഷൻസും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇത് മുൻപോട്ട് പോകാനുള്ള പ്രചോദനം ദൈവം എനിക്ക് തന്നു ഈ വചനത്തിലൂടെ ഒക്കെയായിരുന്നു. ഈ വചനത്തിൽ കർത്താവിന്റെ അപ്പസ്തോലന്റെ ഈ ഒരു ആഹ്വാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന്റെ നന്മകൾ പ്രകീർത്തിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കൂടുതൽ ഈശോയെക്കുറിച്ച് പറയാനുള്ള കൃപ ഈശോ നൽകുമായിരുന്നു. അപ്പോൾ വീണ്ടും കുറെ ആൾക്കാർ എതിർക്കാൻ തുടങ്ങി, കുറെ ആൾക്കാർ കല്ലെറിയാൻ തുടങ്ങി. പക്ഷെ അതിന് നടുവിൽ വീണ്ടും കർത്താവ് കൂടുതൽ പരിജ്ഞാനത്തിൽ കർത്താവിനെ കുറിച്ച് പറയാനുള്ള ആ ഒരു ഗ്രേസ് നൽകുകയാണ്. ഇന്ന് നിങ്ങൾ ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഈശ്വരനെ ഉയർത്തമകൾ പ്രകീർത്തിക്കണമെന്ന് കർത്താവിന്റെ അഭിഷിക്തൻ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ നൽകുന്ന ഇൻസ്ട്രക്ഷനാണ്. പ്രീച്ച് ഹിസ് ഗുഡ്നസ്. അവിടുത്തെ നന്മകൾ പ്രകീർത്തിക്കുക. പാട്ടുകളിലൂടെ, എഴുത്തുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, വീഡിയോസിലൂടെ, ബ്ലോഗിങ്ങിലൂടെ ഒക്കെ വേൾഡ് വൈഡ് റീച്ച് ഔട്ട് ചെയ്യുക. കർത്താവിന്റെ നന്മകളെ പ്രകീർത്തിക്കുക. പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, ചെങ്കടലിനെ പിളർന്ന് തന്റെ ജനത്തിന് വഴി തുറന്നവൻ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, മരിച്ച ലാസറിനെ തിരികെ ജീവൻ മടക്കി നൽകിയവൻ, മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തവൻ, അവന്റെ മഹിമപ്രഭ നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിൽ നിന്ന് അറിയപ്പെടും. എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് ദൈവം സംസാരിക്കുന്നു. നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റുമെങ്കിൽ ഇന്ന് തീരുമാനിക്കുക, കർത്താവിന്റെ നന്മകളെ പ്രകീർത്തിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. 1 പത്രോസ് 2:9 വചനം, അതിന്റെ ഫുൾ പോർഷൻ ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവനെ കുറിച്ചുള്ള നന്മകൾ പ്രകീർത്തിക്കുക. ഗോഡ് ബ്ലസ് യു.